കുദ്രേമുഖ വനമേഖലയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു വനമേഖലയിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഏറ്റുമുട്ടലിന്റെ വാർത്ത പുറത്തു വരുന്നത്. ചിക്മംഗളൂരു ഉടുപ്പി അതിർത്തിയിലുള്ള സീതംബിലു വനമേഖലയിൽ ഇന്നലെയായിരുന്നു ഈ ഏറ്റുമുട്ടൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലാണ് മാവോയിസ്റ്റ് കമാൻഡർ തസ്തികയിൽ അല്ലെങ്കിൽ പദവിയിൽ ഉള്ള വിക്രം ഗൌഡ, വളരെ മുതിർന്ന അല്ലെങ്കിൽ വളരെ ഉയർന്ന സ്ഥാനത്തിൽ ഉള്ള ഒരു മാവോയിസ്റ്റ് കമാൻഡർ തന്നെയാണ് വിക്രം ഗൌഡ കൊല്ലപ്പെട്ടതായി ഇപ്പോൾ വിവരം വരുന്നത്. നിലമ്പൂർ ഏറ്റുമുട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട മാവോയിസ്റ്റ് കമാൻഡർ കൂടിയാണ് ഈ വിക്രം ഗൌഡ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. 2016 അന്ന് ആന്റി നക്സൽ സ്ക്വാഡും അല്ലെങ്കിൽ തണ്ടർബോൾട്ട് സംഘവും കേരള പോലീസിന്റെ സംഘവും അടക്കമുള്ളവരുമായി മാവോയിസ്റ്റുകളുടെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായത്. അന്ന് കൊല്ലപ്പെട്ടത് 2 മാവോയിസ്റ്റ് നേതാക്കളാണ്. സിപിഐ മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗമടക്കമുള്ള 2 മാവോയിസ്റ്റുകളാണ് അന്ന് കൊല്ലപ്പെട്ടിരുന്നത്. അന്ന് രക്ഷപ്പെട്ട സംഘാംഗങ്ങളിൽ ഒരാളാണ് ഇപ്പോൾ കർണാടകയിലെ ഉടുപ്പിയിലടുത്തുള്ള ഒരു വനമേഖലയിൽ വെച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് 2 പേർ 3 പ്രധാനപ്പെട്ട നേതാക്കൾ രക്ഷപ്പെട്ടു എന്നുള്ള വിവരവും വരുന്നുണ്ട്. മുൻഗാരു ലത, ജയണ്ണ, വനജാക്ഷി എന്നീ മാവോയിസ്റ്റ് നേതാക്കളാണ് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വളരെ സജീവമായി ഈ വനമേഖലയിൽ തുടരുകയാണ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഇന്നലെയാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായത് എന്നാണ് വിവരം വരുന്നത്. ഇന്നാണ് ഈ വിവരം കർണാടകയിലെ ആന്റി നക്സൽ സ്ക്വാഡ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. മറ്റ് രക്ഷപ്പെട്ട മാവോയിസ്റ്റ് നേതാക്കൾക്കുള്ള തെരച്ചിൽ സജീവമായി ഈ വനമേഖലയിൽ ഇപ്പോഴും തുടരുകയാണ്. ഷാനിമി.